നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കട്ടവനും കക്കാൻ കൂട്ടുനിന്നവരുമെല്ലാം പകൽ വെളിച്ചത്തിലെത്തുമ്പോൾ അഴിഞ്ഞു വീഴുന്നത് അല്ലെങ്കിൽ മറനീക്കി പുറത്തു വരുന്നത് വലിയൊരു ഗൂഢാലോചനയും അവിശുദ്ധ കൂട്ടുകെട്ടുമാണ്. സ്മാർട്ട് ക്രിയേഷൻസ് മേധാവി പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വർഷങ്ങളായി പുലർത്തിയിരുന്ന അടുത്ത ബന്ധം സ്വർണ്ണക്കൊള്ള ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. ശബരിമലയിലെ ഉപക്ഷേത്രങ്ങളിൽ 1998 സ്ഥാപിച്ച സ്വർണ്ണക്കലശങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. കന്നിമൂല ഗണപതി ക്ഷേത്രം, മാളികപ്പുറം, നാഗരാജ ക്ഷേത്രം എന്നിവിടങ്ങളിലെ ഈ കലശങ്ങളുടെ തിരോധാനത്തെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമാകുമ്പോൾ പിടിയിലായ പ്രതികൾക്കിടയിലെ ദശകങ്ങൾ നീണ്ട അവിശുദ്ധ ബന്ധത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 2009 മുതൽ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയ്ക്കായുള്ള ഗൂഢാലോചനകൾ ഈ മൂവർ സംഘം ആരംഭിച്ചിരുന്നു. പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും തമ്മിൽ ഏതാണ്ട് 20 വർഷത്തോളമായി നിലനിൽക്കുന്ന ബിസിനസ് ബന്ധമാണുള്ളത്. ഇതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അടുത്ത ബന്ധമുണ്ടായിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും നേരിട്ട് പങ്കുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വെളിപ്പെടുത്തിയതായി അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രതികൾക്കെതിരെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴികൾ ഈ കേസിൽ അതീവ നിർണായകമാണ്. ശബരിമലയിലെ ഉപക്ഷേത്രങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സ്വർണം പൂശൽ ജോലികൾ സ്മാർട്ട് ക്രിയേഷൻസ് ആണ് നിർവഹിച്ചത്. 2009 മേൽക്കൂരകൾ സ്വർണം പൂശാൻ ഈ സ്ഥാപനം എത്തിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും ഒപ്പമുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ SIT ഓഫീസിൽ വിളിച്ച് ചോദ്യം ചെയ്ത ശേഷമാണ് പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പമ്പയിൽ നിന്നും നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ ഭാഗമെന്നു കരുതുന്ന 470 ഗ്രാം സ്വർണം ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്നും കണ്ടെടുത്തത് കേസിലെ വലിയ വഴിത്തിരിവാണ്. സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം തന്നെ തുല്യ ഉത്തരവാദിത്വം പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനുമുണ്ട്. ശബരിമലയിലെ ഉപക്ഷേത്രങ്ങൾ, അതായത് 1998 സ്ഥാപിച്ച സ്വർണ്ണ കലശങ്ങൾ എവിടെ പോയി എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോഴും കേസിൽ നിർണായകമാണ്. 2009 ഇതേ ക്ഷേത്രങ്ങളുടെ മേൽക്കൂരകൾ സ്വർണം പൂശിയ ജോലികൾ സ്മാർട്ട് ക്രിയേഷൻ ഏറ്റെടുത്തപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും ഒപ്പമുണ്ടായിരുന്നു എന്നതും ഇതിന്റെ സംശയം കൂട്ടുന്നു. കേസിൽ അറസ്റ്റിലായ പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഇവർ മൂന്നുപേരും തമ്മിലുള്ള സൗഹൃദം തുടങ്ങിയിട്ട് 20 വർഷമായി. ശബരിമലയിലെ സ്വർണം കക്കുക എന്ന ഗൂഢാലോചന കൃത്യമായും 20 വർഷങ്ങളായി ഉണ്ടാവുന്നതാണ്. ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്നും കണ്ടെടുത്ത 470 ഗ്രാം സ്വർണം ശബരിമലയിൽ നിന്നും കടത്തിയതാണോ എന്ന് ഏകദേശം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നാൾക്ക് അഴിഞ്ഞു വരുന്നത് അല്ലെങ്കിൽ പുറത്തു വരുന്നത് വലിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്.